ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഖത്തർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് ഹേഗിൽ ICC പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഖുലൈഫിയാണ് ഹേഗിലെത്തിയത്. മുഹമ്മദ് അബ്ബാസ് ചേരുന്ന വിവരങ്ങൾ നൽകാൻ. അബ്ബാസ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സെപ്റ്റംബർ 9 ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, ആഗോളതലത്തിൽ ചർച്ച ചെയ്യാൻ, അന്താരാഷ്ട്ര ബോഡികളിൽ ഉണർത്താൻ വേണ്ടി ഇവിടെ ഖത്തർ മന്ത്രിസഭ ഒരു സമിതിക്ക് രൂപം നൽകിയിരുന്നു. വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഖുലൈഫിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതിക്കാണ് രൂപം നൽകിയിരുന്നത്. ആ സമിതിയാണ് ഇന്നലെ ഹേഗിൽ പോയി ICCയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പ്രസിഡന്റ് ജഡ്ജിയായ ടൊമോക്കോ അക്കാനയുമായും അതേപോലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് റൊസോരിയോയുമായും കൂടിക്കാഴ്ച നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു ആക്രമണം ഉയർത്തുന്നതിന്റെ ആദ്യ സന്ദർശനം കൂടിയായിരുന്നു ഖത്തർ വിദേശകാര്യ സംഘത്തിന്റേത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഉച്ചകോടി ഈ വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താൻ ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രമേയത്തിലൂടെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ഇന്റർനാഷണൽ ICC എന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു നീക്കത്തോടു കൂടി ആദ്യമായി വിദേശത്ത് കൂടി ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ഒരു അറ്റാക്കിന്റെ, ഒരു ആക്രമണത്തിന്റെ പ്രതിഫലനം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിന്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ജീന.